ഗുഡ് മോർണിംഗ്. ഈശ്വംശിയായി സ്തുതിയായിരിക്കട്ടെ. ഇന്നലെ പഠിച്ച വചനമൊക്കെ ഒന്ന് ആവർത്തിക്കുകയാണ്. പുതിയ ദിവസം, പുതിയ വചനം. എല്ലാ ദിവസത്തെയും വചനത്തിൻ്റെ അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. സുഖമല്ലേ നിങ്ങൾക്ക്? എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. വചനം പഠിക്കുക, വചനത്തിൽ വളരുക, ദൈവത്തിൻ്റെ അഭിഷേകത്താൽ അനുഗ്രഹത്താൽ നിറയുക. ഇതാണ് എൻ്റെയും ആഗ്രഹം. നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും അതുതന്നെയാണ്. ഇന്നലെ പഠിച്ച വചനം ഓർക്കുന്നുണ്ടോ? പ്രഭാഷകന്റെ പുസ്തകം, ദ ബുക്ക് ഓഫ് സിറാഖ്, ചാപ്റ്റർ 28. ഇന്നലെ പഠിച്ച വചനമായ ഏതായിരുന്നു? 28-ാം അധ്യായം 6-ാമത്തെ വചനം. ജീവിതാന്തമോർത്ത് ശത്രുത അവസാനിപ്പിക്കുക. ജീവിതാന്തമോർത്ത് ശത്രുത അവസാനിപ്പിക്കുക. നാശത്തെയും മരണത്തെയും ഓർത്ത് അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക. ഇന്ന് നാം പഠിക്കുന്ന വചനം ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 28-29 വചനങ്ങളാണ്. ബാറൂക്ക്, the book of the prophet Baruch, chapter 4, verse 28 and 29. വചനമിതാ: ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ മേൽ ഈ അനർത്ഥങ്ങൾ വരുത്തിയവൻ തന്നെ നിങ്ങൾക്ക് രക്ഷയും നിത്യാനന്ദവും പ്രദാനം ചെയ്യും. വളരെ സുന്ദരമായ, നമുക്ക് ഒരു പ്രചോദനം തരുന്ന, പ്രത്യാശ തരുന്ന, എനർജി തരുന്ന ഒരു വചനമാണ്. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവേൻ. എന്തെന്നാൽ നിങ്ങളുടെ മേൽ ഈ അനർത്ഥങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങളുണ്ട്. നാം എപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നോ അപ്പോൾ പിശാച് നമ്മുടെ ജീവിതത്തിൽ പിടിമുറുക്കും. അപ്പോൾ കർത്താവ് പറയുകയാണ്, For just as you were disposed to go astray from God, return with 10-fold zeal to seek Him. For just as you were disposed to go astray from God, return with 10-fold zeal to seek Him. For the one who brought these calamities upon you will bring you everlasting joy with your salvation. നിങ്ങളുടെ മേൽ ഈ അനർത്ഥങ്ങൾ വരുത്തിയവൻ തന്നെ നിങ്ങൾക്ക് രക്ഷയും നിത്യാനന്ദവും, ഒരു ദിവസത്തേക്കല്ല, 2 ദിവസത്തേക്കല്ല, 3 ദിവസത്തേക്കല്ല, നിത്യമായ ആനന്ദവും രക്ഷയും നമുക്ക് പ്രദാനം ചെയ്യും. എപ്പോൾ? നാം തിരിച്ചു വന്ന് അവിടുത്തെ 10 ഇരട്ടി തീഷ്ണത, കർത്താവിനെ തേടുന്ന ഒരു തീഷ്ണത നമുക്കുണ്ടാകട്ടെ. ദൈവത്തോട് ചേർന്നിരിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാകട്ടെ. ദൈവം തീർച്ചയായിട്ടും നമ്മെ അനുഗ്രഹിക്കും. ആ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ആഗ്രഹമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾക്കും ആ അനുഗ്രഹം കിട്ടണം, എനിക്കും ആ അനുഗ്രഹം കിട്ടണമെന്ന്, കർത്താവിലുള്ള ആനന്ദം കിട്ടാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.